ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ മനോഹരൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ സമയത്ത് പ്രിയയെ കാണുമ്പോൾ മനോഹരൻ പെട്ടെന്ന് നിത്യ വരുന്നത് പോലെ തോന്നുകയാണ്. എന്നിട്ട് മോളെ പ്രിയ, നീ വരുമ്പോൾ എനിക്ക് എൻ്റെ നിത്യമോൾ വരുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ പ്രിയ പറയാണ്, അതിന് അച്ഛൻ എന്നെ നിത്യമായിട്ട് തന്നെ കണ്ടാൽ മതി. ഞാൻ ഇനി മുതൽ അച്ഛ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ മനോഹരന് ആശ്വാസമാവാണ്. അത് നന്നായി, ഇനിയിപ്പോൾ ദേവിക മോൾക്ക് ഒരു കൂട്ടാകുമല്ലോ. അപ്പോൾ പ്രിയ പറയാണ്, അച്ഛൻ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഒരു ഭാഗത്ത് ചടഞ്ഞുകൂടിയിരിക്കുന്നത്? അച്ഛന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിക്കൂടെ? അതിന് മോളെ, എൻ്റെ ആരോഗ്യം തീരെ ശരിയല്ല. എനിക്ക് ശരീരത്തിനൊന്നും ഒരു സുഖവുമില്ല. അച്ഛന് ഒരു കുഴപ്പവുമില്ല. അച്ഛനിപ്പോൾ ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല. അച്ഛന് പുറത്തിറങ്ങി ഒന്ന് നടക്കുകയൊക്കെ വേണം. ഞാൻ അച്ഛനെ സഹായിക്കും. അത് വേണ്ട മോളെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിത്യമോളാണ് പറയുന്നത്. അച്ഛൻ വാ, അച്ഛനെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് മനോഹരനെ നിർബന്ധിച്ച് പുറത്തേക്ക് ഇറക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ശരത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ മനോഹരനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും ഇനി അച്ഛന് ഒരു കുഴപ്പവും വരില്ല, അച്ഛന് പതിയെ പതിയെ എല്ലാം ശരിയാവും, അച്ഛൻ പഴയതുപോലെ ആവും എന്നൊക്കെ പറയുന്നത് കേട്ടും കൊണ്ടാണ് ശരത്ത് വരുന്നത്. അപ്പോൾ ശരത്ത് വന്ന് ചോദിക്കുകയാണ്, അല്ല നീ ഇപ്പോൾ അച്ഛനെ എവിടേക്ക് കൊണ്ടുപോവാണ്? അച്ഛനെ ഒന്ന് നടത്താൻ കൊണ്ടുപോവാണ്. അച്ഛനെ എങ്ങനെ പുറത്തിറക്കാനൊന്നും പറ്റില്ല. അച്ഛന് വയ്യാത്തതാണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ? ആ, എനിക്കറിയാം അച്ഛന് വയ്യ എന്നുള്ളത്. നിനക്ക് തോന്നുന്നത് പോലെ നടത്തി കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അത് കേട്ടപ്പോൾ പ്രിയ പറയാം, ദേ ശരത്തെ, എനിക്ക് ഉരുട്ടലും അടിയും ഒന്നും അറിയില്ല. ഷോക്ക് വന്നല്ലേ അച്ഛൻ ഇങ്ങനെ ആയത്. ഈ അസുഖത്തിന് ഏറ്റവും നല്ല മരുന്നാണ് നടത്തം. ഫിസിയോതെറാപ്പി ചെയ്യുന്നതും അതുകൊണ്ടാണ്. അത് കേട്ടപ്പോൾ ശരത്ത്, നീ ഇപ്പോൾ എന്നെ പഠിപ്പിക്കാറായോ? അത് കേട്ടപ്പോൾ മനോഹരൻ പറയണേ, നീ എന്നോ? നീ ഇപ്പോൾ ആരെയാണ് നീ എന്ന് വിളിച്ചത്? നിന്റെ മടിയിൽ കിടത്തിയൊന്നുമല്ല ഈ കൊച്ചിന് പേരിട്ടത്. ഞാൻ നടക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുക, അല്ലാതെ നീയല്ല. അത് കേട്ടപ്പോൾ പ്രിയ പറയണേ, ശരത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി, അല്ലാതെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനും ചേച്ചിയും ഇവിടെയുണ്ട്. ഓ, വന്നു കയറിയില്ല അപ്പോഴത്തേക്കും തുടങ്ങിയോ അഹങ്കാരം? അവരെ കണ്ടിട്ടാണ് ഈ അഹങ്കാരമെങ്കിൽ അത് നിർത്താനൊക്കെ എനിക്കറിയാം. അപ്പോൾ പ്രിയ പറയാണ്, ശരത്ത് എന്ത് ചെയ്യും? കൊന്നുകളഞ്ഞ് ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി ഇടുമോ? അത് കേട്ടപ്പോൾ പെട്ടെന്ന് ശരത്ത് അങ്ങ് ഞെട്ടാണ്. നിത്യയെ ചെയ്തതുപോലെ ഇവളെന്താ കൃത്യമായി പറയുന്നത് എന്നുള്ള ഭാവത്തിൽ. എല്ലാവരെയും കാണുന്നത് പോലെ എന്നെ കാണല്ലേ ശരത്തെ, ഞാൻ നിന്നോട് വഴക്കിന് അങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. ശരത്ത്, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കിക്കോ, സമാധാനത്തിൻ്റെ വഴിയാണ് നല്ലത്. അത് പ്രശ്നമാവും. അല്ല എന്നുണ്ടെങ്കിൽ അത് എനിക്കല്ല പ്രശ്നമാകുന്നത്, ശരത്തിന് തന്നെയാവും. അപ്പോൾ ശരത്ത് മനോഹരനോട് പറയണം, ആ ഇവളീ പറയുന്നതൊക്കെ കേട്ട് നിന്നോ? കൂടെ നിൽക്കുന്ന എന്നോടല്ല സ്നേഹം, എവിടുന്നോ കയറി വന്ന ഇവളോടാണ്. മനോഹരൻ ആയിക്കോട്ടെ എന്നുള്ള ഭാവത്തിൽ തലോണ്ട് ഇങ്ങനെ കാണിക്കാം കേട്ടോ. എന്നിട്ട് ശരത്ത് പറയണ, ആ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും മോളെ, നമുക്ക് കാണാം എന്ന് പറഞ്ഞാണ് ശരത്ത് പോകുന്നത്. അപ്പോൾ പ്രിയയും ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ആ ഞാനും ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് കാണാം എന്ന് പറയട്ടോ. അങ്ങനെ ശരത്ത് പോയി കഴിഞ്ഞ ശേഷം മനോഹരൻ പറയണേ, സൂക്ഷിക്കണം മോളെ, അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ്. അപ്പോൾ പ്രിയ പറയണ, ആ ഞാൻ സൂക്ഷിച്ചോളാം അച്ഛാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി നടക്കാൻ പോവുകയാണ്. പിന്നീട് ചന്ദ്ര ദേഷ്യത്തിൽ പ്രേമയുടെ അടുത്തേക്ക് ചെല്ലണേ. എന്നിട്ട് പറയണേ, എവിടെയാണ് നിങ്ങളുടെ ആങ്ങള? അപ്പോൾ പ്രേമ തിരിച്ച് കളിയാക്കിയിട്ട് പറയണ, എൻ്റെ ആങ്ങള എൻ്റെ പോക്കറ്റിലുണ്ട്. എന്താടി പെണ്ണെ നീ ഇങ്ങനെ ചാടിത്തുള്ളുന്നത്? എന്താന്ന് കാര്യം വെച്ചാൽ പറ. അപ്പോൾ ചന്ദ്ര പറയണ, ആ പരമേശ്വരൻ ആറ് വിഷ്ണുവിൻ്റെ വക്കാലത്ത് ഏറ്റെടുത്തതാണ്. എന്നിട്ട് നിങ്ങളുടെ ആങ്ങള അയാളെ വിളിച്ച് ആ കേസിൽ നിന്നും പിന്മാറ്റിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആങ്ങൾക്ക് നട്ടല്ലില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചതിയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുക കേട്ടോ. അത് കേട്ടപ്പോൾ പ്രേമ പറയണേ, നന്നായുള്ളൂ, നിനക്കും നിന്റെ തട്ടിപ്പുകാരനും അത് തന്നെയാണ് വേണ്ടത്. നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ശരിക്കും ആ വിഷ്ണു നിന്റെ ആരാണ്? അത് കേട്ടപ്പോൾ ചന്ദ്ര പെട്ടെന്ന് അങ്ങ് പതറുകയാണ്. എന്നിട്ട് അവനിപ്പോൾ ജയിലിൽ കിടക്കുന്നത് തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടല്ലേ? എന്നിട്ട് അവള് വിഷ്ണുവിന് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്നത്. നീ ശരിക്കും വിഷ്ണുവിൻ്റെ കൂടെയാണോ നിൽക്കേണ്ടത്, അതോ സിദ്ധുവിൻ്റെ കൂടെയാണോ നിൽക്കേണ്ടത്? അപ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. ഇത് കേട്ടും കൊണ്ടാണ് സിദ്ധു അവിടേക്ക് വരുന്നത്. അപ്പോൾ സിദ്ധു ചോദിക്കുക, എന്താ അവിടെ ഒരു പ്രശ്നം? അപ്പോൾ പ്രേമ പറയും, ഏയ് ഒന്നുമില്ലടാ, നാത്തൂനും കൂടി കുറച്ച് കൊച്ചു വർത്തമാനം പറഞ്ഞതാണ്. എന്നിട്ട് ചന്ദ്രയെ കളിയാക്കിയിട്ട് പ്രേമ പറയണേ, എന്നാ ഒരുപാട് അധ്വാനിച്ചതല്ലേ, അവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് പോയി എടുത്ത് വയറ് നിറച്ച് കഴിച്ചോ എന്ന് പറയട്ടെ. അപ്പോൾ സിദ്ധുവിൻ്റെ മുന്നിൽ ചന്ദ്ര ഒന്നും മിണ്ടാതെ ദേഷ്യം പിടിച്ച് അകത്തു പോവാണ്. എന്നിട്ട് പ്രേമ സിദ്ധുവിനോട് പറയാണ്, ആ വിഷ്ണുവിനെ കുറിച്ച് നീ ഒന്നുകൂടി അന്വേഷിക്കണം. എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ആ അത് അങ്ങനെയാണ്, പെണ്ണുങ്ങളുടെ മനസ്സ് വേറൊരു പെണ്ണിനാണ് മനസ്സിലാവും. അവളുടെ ദേഷ്യവും അവളുടെ കണ്ണിലെ പകയും കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവൾക്ക് വെറും ഫ്രണ്ട് മാത്രമൊന്നുമല്ല ആ വിഷ്ണു, മറ്റെന്തോ ഒരു ബന്ധം
ബന്ധം അവർ തമ്മിലുണ്ട്. അതുകൊണ്ട് നീ ഒന്ന് അന്വേഷിക്കണം ആ വിഷ്ണുവിനെ കുറിച്ച്. എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ സിദ്ധു ഞാൻ അന്വേഷിക്കാം ചേച്ചി എന്ന് പറഞ്ഞാണ് പോകുന്നത്. പിന്നീട് പൊന്നുമണിയെ കാണാൻ ശരവണൻ വീണ്ടും വരികയാണ്. അപ്പോൾ അമ്മായി തടഞ്ഞു നിർത്തുകയാണ്. നീ ഇപ്പോൾ എന്തിനാടാ ഇവിടേക്ക് വന്നത്? അപ്പോൾ ശരവണൻ പറയണേ, എൻ്റെ ശിക്ഷ അവസാനിച്ചു, ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി, അതിന് നീ എന്തിനാ ഇവിടെ വരുന്നത്? എനിക്ക് പൊന്നുമണിയോടൊന്ന് സംസാരിക്കണം. ഇല്ല, നിനക്ക് പൊന്നുമണിയെ ഇനി കണ്ട് സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ. അങ്ങനെ പറയരുത്, എനിക്ക് പൊന്നുമണിയെ കണ്ടൊന്ന് സംസാരിക്കണം. അപ്പോഴത്തേക്കും പൊന്നുമണി വരികയാണ്. അപ്പോൾ അമ്മായി ദേഷ്യപ്പെടേണ്ട, എന്താണാവോ ഇയാൾക്ക് എന്നോട് പറയാനുള്ളത്? എനിക്ക് നിന്നോട് തനിച്ച് കുറച്ച് സംസാരിക്കണം. അപ്പോൾ അമ്മായി വീണ്ടും തടയുകയാണ്. പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ പൊന്നുമണി പറയണേ, എന്നോടല്ലേ എന്തോ സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞത്, ഞാനത് കേൾക്കട്ടെ അമ്മായി. അമ്മായി ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് ശരവണനെ മാറ്റി നിർത്തി പൊന്നുമണിയും ശരവണനും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് എന്താണാവോ എന്നോട് പറയാനുള്ളത്? അത് എന്നെ ചതിച്ചത് നിരഞ്ജൻ സാറാണ്. നിരഞ്ജൻ സാറ് പോലീസിന് ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയതും എന്നെ അറസ്റ്റ് ചെയ്യിച്ചതും. അപ്പോൾ നിങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞു വന്നതും അതും തട്ടിപ്പാണ്. അവളുടെ വോയിസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ നിനക്ക് അവളുമായി നേരിട്ട് സംസാരിക്കുകയും ചെയ്യും. ഞാൻ ഫോൺ നമ്പറും തരാം. നീ ഒന്ന് ഈ വോയിസ് ഒന്ന് കേട്ട് നോക്ക് എന്ന് പറയട്ടെ. അങ്ങനെ ശരവണൻ ആ വോയിസ് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ എന്നെക്കൊണ്ട് നിരഞ്ജൻ സാറ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ ഒന്നുമല്ല. എനിക്ക് നിരഞ്ജൻ സാറ് ഒരുപാട് കാശ് തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അവിടെ വന്ന് പറഞ്ഞതാണ് എന്ന് പറയട്ടോ. അത് കേട്ടതോടുകൂടി പൊന്നുമണി വീണ്ടും ശരവണെ അങ്ങ് വിശ്വസിച്ച് പോവാണ്. അങ്ങനെ ശരവണൻ പോയി കഴിഞ്ഞ ശേഷം അമ്മായി ചോദിക്കാൻ, എന്താണാവോ അവൻ പറഞ്ഞത്? നിങ്ങൾ എല്ലാവരും എന്തിനാണ് എന്നെ ചതിക്കുന്നത്? മാഷേട്ടന് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ചതിക്കുന്നത്? മാഷേട്ടൻ എൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു ചതി ചെയ്തത്? അപ്പോൾ അമ്മായി പറയാണ്, നീ വെറുതെ ആ ശരവണൻ പറയുന്നത് വിശ്വസിക്കേണ്ട. അവൻ നിന്നെ ചതിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ നിരഞ്ജൻ നിനക്ക് വേണ്ടി ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. നിരഞ്ജൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. എൻ്റെ നന്മയൊന്നും നിങ്ങളാരും ഇനി നോക്കേണ്ട. എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാനും. നിങ്ങളെ ആരെയും ഞാൻ ഇനി വിശ്വസിക്കുകയുമില്ല എന്ന് പറഞ്ഞ് പൊന്നുമണി ശരവണൻ പറഞ്ഞ വാക്കുകളൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് നിരഞ്ജനെയും അമ്മായിയെയും വെറുത്ത് അകത്തേക്ക് വീണ്ടും കയറിപ്പോകുന്നത്. അങ്ങനെ പൊന്നുമണി വീണ്ടും ശരവണൻ്റെ വലയിൽ പെടുകയാണ്. മുത്തശ്ശിയുടെ അടുത്തേക്ക് പ്രിയ ചെല്ലാണ് മരുന്നുമായിട്ട്. എന്നിട്ട്, മുത്തശ്ശി ഈ മരുന്നല്ലേ മുത്തശ്ശി കുടിക്കാറുള്ളത്? അപ്പോൾ മുത്തശ്ശി, അതെ, ഇത് തന്നെയാണ്. നിനക്കെങ്ങനെ ഇതൊക്കെ അറിയാം? അതൊക്കെ എനിക്കറിയാം. അല്ല, നിത്യമോളാണ് എനിക്ക് എല്ലാ ദിവസവും മരുന്നെടുത്ത് തരാറുള്ളത് എന്ന് പറഞ്ഞ് വിഷമത്തോടു കൂടിയാണ് മുത്തശ്ശി മരുന്ന് കുടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ശരത്ത് മറഞ്ഞു നിന്ന് കാണുകയാണ്. എന്നിട്ട് മുത്തശ്ശി വിഷമത്തോടു കൂടി പറയാണ്, നിത്യമോളാണ് എനിക്ക് എല്ലാ ദിവസവും മരുന്നെടുത്ത് തരാറുള്ളത്. അപ്പോൾ പ്രിയ പറയണേ, നിത്യമോളാണെന്ന് കരുതിയാൽ മതി. മോളിപ്പോൾ ഇവിടെ ഉള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആശ്വാസം. മോള് ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം നിത്യയെ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ പ്രിയ പറയണേ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് മുത്തശ്ശി. ഞാൻ കാരണം മറ്റുള്ളവർക്കെങ്കിലും ഗുണമുണ്ടല്ലോ. അപ്പോൾ മുത്തശ്ശി പറയണേ, നിത്യമോള് ജീവനോടെ ഉണ്ടെങ്കിൽ അവളുടെ കല്യാണം നടക്കേണ്ടതായിരുന്നു. അവളുടെ കല്യാണം നിശ്ചയിച്ചതായിരുന്നു. അവളുടെ കല്യാണം അന്ന് നടന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇപ്പോഴും ജീവനോടെ എൻ്റെ നിത്യമോൾ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ പ്രിയ പറയണേ, ഇല്ല മുത്തശ്ശി, ആ കല്യാണം ഒരിക്കലും നടക്കില്ലായിരുന്നു. നിത്യയ്ക്ക് ശരത്തിനെ ഇഷ്ടമില്ലായിരുന്നു. അത് കേട്ടപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇവളെന്താ എല്ലാം അറിയുന്നത് പോലെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അല്ല മോളെ, ആദ്യം തന്നെ ശരത്തിനെ നിത്യയ്ക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ വീണ്ടും പ്രിയ പറയണേ, ഇല്ല മുത്തശ്ശി, ആദ്യമൊക്കെ ശരത്തിനെ നിത്യയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നീട് അപകടം പറ്റിയില്ലേ, നിത്യ കിടപ്പിലായില്ലേ, അതിൻ്റെ ശേഷം ശരത്തിന് പിന്നെ മുത്തശ്ശി നിത്യയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. നിത്യയ്ക്ക് അങ്ങനെ ഒരു അപകടം വരാൻ കാരണം തന്നെ ശരത്തായിരുന്നു. അപ്പോൾ മുത്തശ്ശി അതിശയത്തോടു കൂടി ചോദിക്കുകയാണ്, അല്ല ഇതൊക്കെ മോൾക്ക് എങ്ങനെ അറിയാം? അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി പറയും, ഓ, നിനക്കിതൊക്കെ പറഞ്ഞു തന്നത് ആ ദേവിക ആയിരിക്കുമല്ലേ. ആ ദേവികയ്ക്ക് പണ്ടേ ശരത്തിനെ ഇഷ്ടമില്ല. അവൾ പറയുന്നതൊന്നും മോള് വിശ്വസിക്കേണ്ട. അപ്പോൾ പ്രിയ പറയണ, അങ്ങനെയല്ല മുത്തശ്ശി, ദേവിക ചേച്ചിക്ക് ശരത്തിനെ ഇഷ്ടമില്ലാത്തത് അവൻ്റെ സ്വഭാവം ശരിയല്ല, അവൻ ആള് ശരിയല്ല, അതുകൊണ്ടാണ്. നിത്യയ്ക്കും അവനെ ഇഷ്ടമില്ലാത്തത് അതുകൊണ്ട് തന്നെയാണ്. ഈ വീട്ടിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒഴിച്ച് ബാക്കി ആർക്കും ശരത്തിനെ ഇഷ്ടമില്ല. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറയാൻ, നീ പതുക്കെ പറ, അവൻ കേൾക്കും. അയാൾ കേട്ടാൽ എനിക്കെന്താ? എനിക്ക് അയാളെ ഒരു പേടിയുമില്ല. എന്നോട് കളിച്ചാലേ അയാൾ വിവരം അറിയും. നിത്യയല്ല ഞാൻ, എന്നോട് കളിച്ചാൽ അയാൾ വിവരം അറിയും എന്നും പറഞ്ഞാണ് പ്രിയ
പോകുന്നത്. അപ്പോൾ പ്രിയ അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ പെട്ടെന്ന് മുത്തശ്ശിക്ക് ശരത്തിലൊരു സംശയമൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ശരത്തിന് പ്രിയയെ കൊല്ലാനുള്ള ദേഷ്യം വരികയാണ്. എന്നിട്ട് പ്രിയ റൂമിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ശരത്ത് അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നയത്തിൽ പ്രിയയെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നുള്ള, അവളെ എൻ്റെ വരുതിയിൽ വരുത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ശരത്ത് ചെല്ലുന്നത്. ഒന്നവിടെ നിന്നേ, അല്ല എന്താണാവോ എല്ലാത്തിനെക്കുറിച്ചും നല്ല അറിവാണല്ലേ. ഇവിടെ എല്ലാവരും നിന്നെ കാണുന്നത് നിത്യയെ പോലെയാണ്, ഞാനും ഇനി നിത്യയെ പോലെ തന്നെയാണ് നിന്നെ കാണുന്നത്. എന്നെക്കുറിച്ച് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ആ ദേവിക ആയിരിക്കുമല്ലേ. നിത്യയായിട്ട് തന്നെയാണ് ഞാനും ഇനി നിന്നെ കാണുന്നത്. നിത്യയെ ഞാൻ കല്യാണം കഴിക്കാതിരിക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ പ്രിയക്ക് കാര്യം മനസ്സിലാവാണ്. നീ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി, പക്ഷേ എന്നെ അതിന് കിട്ടില്ല. എൻ്റെ ഉദ്ദേശം എന്തായാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ എന്നോട് കളിക്കാൽ നീ വിവരം അറിയും, നിനക്കത് ദോഷം ചെയ്യും. അപ്പോൾ ശരത്തിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. നീ ഇപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതും എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതും എല്ലാം ആ ദേവിക പറഞ്ഞു തന്നിട്ടായിരിക്കുമല്ലേ. എന്നോട് കളിച്ചാൽ നീ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ പ്രിയ പറയണ, ആ നിത്യ അനുഭവിച്ചതുപോലെയാണോ ഞാൻ അനുഭവിക്കുക, അതോ റൂബിക്കുണ്ടായതുപോലെ വിഷം കൊടുത്തിട്ടാണോ എന്നെ ഇനി കൊല്ലാൻ വേണ്ടി പോകുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി ശരത്ത് തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇവളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. നീ എന്താടി പറഞ്ഞത്? അവരിവരും പറയുന്നത് കേട്ട് നീ വെറുതെ ഓരോന്ന് എന്നെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടി പ്രിയയുടെ നേരെ അങ്ങ് ദേഷ്യപ്പെടുന്ന സമയത്താണ് അവിടേക്ക് ദേവിക വരുന്നത്. എന്താണ് ഇവിടെ പ്രശ്നം? ശരത്ത് ദേവികയോട് അങ്ങ് ദേഷ്യപ്പെടാണ്. വരുന്നവരോടും പോകുന്നവരോടും എന്നെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് എന്നിട്ട് അത് കേൾക്കുന്നവരാണെങ്കിലും അതേപോലെ അങ്ങ് വിശ്വസിക്കുകയും ചെയ്തോളും. അപ്പോൾ ഞാനേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ദേവിക പറയണ, ആ ഞാനും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇവനെ പോലെ ഉള്ളവരോടൊന്നും സംസാരിക്കരുത്, അതുപോലും അപകടമാണെന്നുള്ളത്. നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ദേവിക പ്രിയയും കൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ശരത്ത് വഴി തടയുകയാണ്. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞിട്ട് നീ പോയാൽ മതി. കൂടി പ്രിയക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ശരത്തിന് ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശരത്ത് നിലത്ത് പോയി വീഴുകയാണ്. എന്നിട്ട് എടി നീ എന്നെ തള്ളിയല്ലേ എന്ന് പറഞ്ഞ് പ്രിയയുടെ കഴുത്തിന് കയറി പിടിക്കാൻ കേട്ടോ. അങ്ങനെ ശരത്തിൻ്റെ കൈ പിടിച്ച് മാറ്റാൻ ദേവിക ഒരുപാട് പ്രയാസപ്പെടുകയാണ്. ആ പിടുത്തത്തിൽ നിന്നും പ്രിയയുടെ കഴുത്തിൽ നിന്ന് പിടിക്കുന്ന സമയത്ത് ദേവിക എന്നിട്ട് ശരത്തിന് വീണ്ടും ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുകയാണ്. ഇവളെ എങ്ങാനും തൊട്ടാലുണ്ടല്ലോ നിന്റെ ആ കൈ ഞാൻ വെട്ടിയെടുക്കും എന്ന് പറഞ്ഞതോടുകൂടി ശരത്തിന് വീണ്ടും ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ശരത്ത് ദേവികയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. എന്നിട്ട് പറയണേ, നീ കുറേയായല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ദേവികയുടെ കഴുത്ത് പിടിച്ച് നന്നായിട്ട് അമർത്തുന്നത്. അപ്പോൾ പ്രിയ ശരത്തിനെ പിടിച്ച് മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്, ദേവിക അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശരത്ത് ആ പിടുത്തത്തിൽ നിന്നും പിടിവിടുന്നില്ല. അങ്ങനെ വീണ്ടും നല്ല ബഹളം വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും പാർവതി അവിടേക്ക് വരികയാണ്. എന്താണ് ഇവിടെ എന്ന് പറഞ്ഞ് പാർവതി ശരത്തിനെ അങ്ങ് മാറ്റുകയാണ്. ശരത്ത് പാർവതിയോട് പറയാണ്, ഇവൾ എന്നെ തള്ളി അമ്മേ. അപ്പോൾ പ്രിയ പറയാണ്, അല്ല അമ്മേ, ഞാൻ റൂമിലേക്ക് പോകുന്ന സമയത്ത് ഇയാൾ എന്നെ വഴി തടയുകയാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ തള്ളി മാറ്റിയത്. ശരത്ത് പറയണ, എല്ലാത്തിനും കാരണം ഇവരൊരുത്തിയാണ്, ഇവരാണ് ഇവളുടെ മനസ്സിലേക്ക് ഓരോന്ന് എന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് എന്നെ വെറുപ്പിക്കുന്നത്. അപ്പോൾ ദേവിക പറയണേ, ഞാൻ എന്തില്ലാത്തത് പറഞ്ഞു കൊടുത്തു എന്നാടാ നീ പറയുന്നത്? നിന്നെക്കുറിച്ച് ഉള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാർവതി പറയും, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതൊരു മരണം നടന്ന വീടാണ്, മിണ്ടാതിരിക്കുന്നുണ്ടോ? അപ്പോൾ ദേവിക പറയണ, അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? ഒരു പെൺകുട്ടി പോകുന്ന സമയത്ത് അവളുടെ മുന്നിലേക്ക് വഴി തടഞ്ഞു നിന്നാൽ പിന്നെ അവൾ എന്താ ചെയ്യേണ്ടത്? അയ്യോ അമ്മേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇവരൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ്. അപ്പോൾ പ്രിയ പറയണേ, എങ്ങനെയാടോ നിനക്ക് ഇങ്ങനെ നിന്ന നിൽപ്പിൽ നുണ പറയാൻ കഴിയുന്നത്? താൻ ഒരു ആണല്ലേ, ആണുങ്ങൾക്ക് ചേർന്ന പരിപാടിയാണോ താൻ ഈ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പാർവതി പറയണ, മതി നിർത്ത്, എല്ലാവരും ഓരോരുത്തരുടെ റൂമിലേക്ക് പോയിക്കേ എന്ന് പറഞ്ഞ് പാർവതി ദേവികയെയും പ്രിയയെയും അവിടെ നിന്ന് പറഞ്ഞു വിടട്ടോ. എന്നിട്ട് ശരത്തിനോടൊന്നും മിണ്ടാതെ പാർവതി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം പ്രഭാവതി അവിടെ നിന്ന് കാണുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി പറയണേ, നീ ഒന്നിങ്ങ് വന്നേ. ആ നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഉപദേശിക്കാനായിരിക്കും, അല്ല നിനക്ക് ഗുണമുള്ള കാര്യം പറയാനാണ്. എനിക്ക് ഗുണമുള്ളതോ? അതെ, നീ പുറത്തേക്കൊന്ന് വന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പുറത്തിറങ്ങാണ്. എന്നിട്ട് പറയണ, ആ കുട്ടിയോട് മോശമായിട്ട് പെരുമാറിയല്ലേ, ഓ ഇത് പറയാനാണോ എന്നെ വിളിച്ചത്? ഇതാണോ ഇപ്പോൾ എനിക്ക് ഗുണമുള്ള കാര്യം? അതെ, ഇത് പറയാൻ തന്നെയാണ് ഞാൻ നിന്നെ വിളിച്ചത്. ആ കുട്ടിയോട് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക അടുപ്പവും ഇഷ്ടവുമുണ്ട്. അപ്പോൾ നീ അവളോട് മോശമായി പെരുമാറിയാൽ നിന്നെ മുത്തശ്ശിയും പാർവതിയും കൂടി ഇവിടെ നിന്ന് പുറത്താക്കും. അവരുടെ സ്വഭാവം എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിനക്ക് പിന്നെ നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് ആ പെൺകുട്ടിയോട് നീ സൂക്ഷിച്ചും കണ്ടും പെരുമാറിക്കും. പിന്നെ അമ്മേ, അവൾ പറയുന്നതൊക്കെ പിന്നെ ഞാൻ മിണ്ടാതെ നിന്ന് കേൾക്കണമെന്നോ? അവൾ പറഞ്ഞത് കേട്ടില്ലേ, റൂബിയെ വിഷം കൊടുത്ത് കൊന്നത് ഞാനാണെന്ന്. അപ്പം ഞാൻ എന്താ മിണ്ടാതെ നിൽക്കുന്നു? അപ്പോൾ പ്രഭാവതി പറയണ, അത് സത്യം തന്നെയല്ലേ, നീയല്ലേ റൂബിയെ വിഷം കൊടുത്ത് കൊന്നത്? അമ്മേ, എന്നെ കൊണ്ട് വായിൽ തോന്നിയത് പറയിപ്പിക്കാൻ നിൽക്കണ്ട. ഓരോ പ്രശ്നത്തിൽ നിന്ന്
നിന്നും ഞാൻ എങ്ങനെയൊക്കെയാണ് തല ഊരി വരുന്നത് എന്ന് അമ്മയ്ക്കറിയില്ല. അതിൻ്റെ മുന്നേ അമ്മ ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കണ്ട. സ്വന്തം അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ല, പിന്നെ മറ്റുള്ളവർക്ക് എന്നെ വിശ്വാസം ഉണ്ടാകുമോ? അവളെന്തായാലും ചില്ലറക്കാരിയല്ല അമ്മേ. അത് തന്നെയാടാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. അവളോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണമെന്നുള്ളത്. അപ്പോൾ പിന്നെ നീ അവളോട് ദേഷ്യപ്പെട്ട് പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാർവതി അമ്മയും വിലാസിനി അമ്മയും ഒക്കെ ഇവിടെ നിന്നും നിന്നെ പുറത്താക്കും. അതുകൊണ്ട് നിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് നീ സൂക്ഷിച്ചു വേണം പ്രിയോട് നീ പെരുമാറാന് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ പെട്ടെന്ന് ശരത്ത് അമ്മ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് മനസ്സിലാവാണ്.